ഗൈസ്, നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ നിങ്ങളെ പറഞ്ഞ് മോഹിപ്പിച്ച, നിങ്ങൾ മോഹിച്ചോന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കുറച്ചും കൂടി മാറിയിട്ടുണ്ട് എന്നൊക്കെ. ഫൈനലി നമ്മൾ ആ കൊട്ടാര അവശിഷ്ടങ്ങളുടെ അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ബീഫ് സ്റ്റിർ ഫ്രൈ ആണ്, ചൈനീസ് സ്റ്റൈലിൽ. ഇവിടെ ഓൾറെഡി ആരൊക്കെയോ ഇങ്ങനെ ചെറിയ രീതിയിൽ തീയൊക്കെ കൂട്ടി അതിൻ്റെ ആ അടുപ്പൊക്കെ കാണാവോ. പിന്നെ ഇതാ ഒരു ഗ്ലാസ് ഇവിടെ തണുത്തുറഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു കപ്പ്. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ട് ബെഞ്ചുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ കൊട്ടാര അവശിഷ്ടം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ ഒരു ബോർഡ് ഉള്ളതുകൊണ്ട്, ഓ മൈ ഗോഡ്, ഇത് കൊട്ടാരമല്ല ഗൈസ്, ഇതൊരു പള്ളിയായിരുന്നു. അതായത് എത്രയോ കാലം മുമ്പുള്ള പള്ളി, അതിൻ്റെ അവശിഷ്ടം. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഈ കാണുന്ന പാറക്കൂട്ടങ്ങളില്ലേ, അതിപ്പോൾ ഈ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് എന്താണ്, ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും രൂപമൊക്കെ ഉണ്ടോയെന്നൊന്നും നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. മഞ്ഞൊക്കെ മാറിയിട്ട് ഒരു ദിവസം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്ഥലം കാണാം. ഒന്നാമത് നമ്മുടെ നാട്ടിലത്തെ പോലെ അതിര് തിരിച്ചിട്ട് പറമ്പുകളെല്ലാം മതിൽക്കെട്ടുകളുടെ ഉള്ളിലൊന്നുമല്ല. അതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ പബ്ലിക് പ്രോപ്പർട്ടി ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയൊരു ഐഡിയ ഒന്നും കിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും പറമ്പിലൊക്കെ പോയിട്ട് തീ കൂട്ടി വെക്കുന്നതൊക്കെ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒന്നില്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഹൈക്കിങ്ങിനോ നടക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണും. അങ്ങനെയാണ് നിലവിൽ ഞാൻ സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ലേക്ക് സൈഡ്, അവിടെ ഇതേപോലെ ക്യാമ്പിംഗ് ഒക്കെ നടത്തുന്നൊരു ലേക്ക് സൈഡ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ഗ്രാജുവലി എത്തും. ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ള് ഈ മരങ്ങൾ പോലും ഇല്ല. അപ്പോൾ മനസ്സിലാവില്ല ലേക്കാണോ എന്താണോ, കുറച്ച് ദൂരെയാണ്. ഇത് ഓൾറെഡി നമുക്കൊരു 2-3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ ഇങ്ങോട്ട് നടന്ന് വരുന്നത് തന്നെ നിലവിലത്തെ അവസ്ഥയിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ മെല്ലെ മെല്ലെ എത്തും. നമുക്ക് ആദ്യം നമ്മുടെ ബീഫ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡാർക്ക് സോയ് സോസ്, ലൈറ്റ് സോയ് സോസ്, ഓയിസ്റ്റർ സോസ്, കുറച്ച് ഓയിൽ. ബാഗിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുരുമുളകും കോൺ സ്റ്റാർച്ചും ഞാൻ പൊതിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് അരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ കൊളുത്തി ആരംഭിക്കാം. നമുക്ക് നമ്മുടെ ഐറ്റം ഇട്ട് കൊടുക്കാം. നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെയുള്ള എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം ഒഴുകുന്നതല്ല കേട്ടോ ഗൈസ്. നമുക്കൊരു കുറച്ചധികം ദൂരം മാറിയിട്ട് റോഡുണ്ട്. റോഡിൽ വണ്ടികൾ പോകുന്ന ശബ്ദമാണ് ആ കേൾക്കുന്നത്. ഇപ്പോൾ കിടക്കുന്ന മഞ്ഞൊന്നും അങ്ങനെ ഈ ഫ്ലേക്സിനൊന്നും അങ്ങനെ ആകൃതിയൊന്നുമില്ല. ഒരു 3 ദിവസം മുമ്പ് വരെ നല്ല രസമായിരുന്നു മഞ്ഞിങ്ങനെ കാണാനായിട്ട്, പല ആകൃതിയിലായിരുന്നേ.
ഇപ്പം നമ്മുടെ പഞ്ചസാര ഉപ്പ് ഒക്കെ പോലെയാണ് കിടക്കുന്നത്. ഓത്തൻറ്റിക്കായിട്ട് ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുന്നവരും അതിനെക്കുറിച്ച് അറിയാവുന്നവരും ഒക്കെ ഞാൻ ഈ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കാലേ വാരി നിലത്തടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ഓൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റിർ ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ ചട്ടി, അതിനെന്തായിരുന്നു പറയുക, ഓക്ക് അല്ല വോക്ക് ഓക്കല്ല വോക്കില്ലേ, ചൈനീസ് വോക്ക്. അതിൻ്റെ അകത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കാവും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് ക്യാമ്പിംഗ് പാത്രങ്ങളായതുകൊണ്ട് അത്രയും ഒരു ഹാർഡായിട്ടുള്ള ഡിഷൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം വളരെ കറക്റ്റാണ്. ശരിക്കും ഇങ്ങനെയല്ല അത് ഉണ്ടാക്കേണ്ടത്. നമ്മളെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടും നമുക്ക് കുക്കിങ്ങിനേക്കാൾ ഏറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ആ ഒരു സെൻസിൽ അങ്ങ് എടുത്താൽ മതി. എന്താണ് സെറ്റപ്പ് ഒന്ന് നോക്കിയേക്കാം. നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ആകെ പുകമയം. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ എടുക്കുന്നത്. നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. ഇപ്പം നമ്മുടെ ഡിഷ് നമ്മൾ മൊത്തത്തിൽ ഈ പാത്രത്തിലേക്ക് മാറ്റുക.